1 2 3 4 5 6 മുളക് വന്നു. പാല് ഫുൾ ഒഴിക്കും? ഫുൾ ഒഴിക്കണം. പാൽ ഒഴിക്കണം. അപ്പോൾ ഇത് നമ്മൾ നിലത്ത് ഇവിടെ പാലും മുരിങ്ങയിലയുടെ മിശ്രിതം നമ്മൾ കൊടുത്തിരുന്നു. പശുവിൻ പാല് വെച്ചിട്ട് അടിപൊളി വളം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതും വെറും 35 രൂപ ചെലവിൽ 200-ലധികം ചെടികൾക്ക് വേണ്ടിയുള്ള വളം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വളം ഉണ്ടാക്കുന്ന കർഷകൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു വളത്തിന്റെ ടെസ്റ്റിംഗിൽ, അതായത് എക്സ്പെരിമെന്റിലായിരുന്നു. അപ്പോൾ ഇതിന്റെ റിസൾട്ടൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോ വയ്ക്കുക. ചേട്ടാ, പാലിൽ നിന്ന് വളം കിട്ടുന്ന കേട്ടു, ഉള്ളതാണോ? തീർച്ചയായിട്ടും പാല് നമുക്ക് നല്ലൊരു വളമാണ്. ശരി. കാരണം പാലില് മനുഷ്യൻ കുടിക്കുന്ന ആ പാലിൽ ഒത്തിരി പോഷകങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ പോഷകങ്ങൾ ചെടികൾക്കും കൊടുക്കാമല്ലോ. ശരി, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് KVS മണി എന്നാണ്. എറണാകുളം ജില്ല പെരുമ്പാവൂർ കൂവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ കാർഷിക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പം അച്ഛനും മുത്തച്ഛനും ഒക്കെ കൃഷിക്കാരായിരുന്നു. ശരി. അപ്പോൾ കാലഘട്ടത്ത് നമ്മളൊന്ന് ദുബായിലേക്കൊക്കെ ഒന്ന് പോവുകയും ആ സമയത്ത് മാത്രം ഒന്ന് കൃഷി നിർത്തി വെക്കുകയും ചെയ്തിരുന്നു. ശരിക്കും ഈ പാലിൽ നിന്നൊക്കെ ഇത് എങ്ങനെ ഈ വളം ഉണ്ടാക്കുക? സത്യം പറഞ്ഞ കാരണം ഈ പാലെന്ന് പറഞ്ഞാൽ മനുഷ്യന് കുടിക്കാനുള്ളതല്ലേ? അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിങ്. നല്ലൊരു ചോദ്യമാണ്. പണ്ട് കാലഘട്ടത്ത് മുത്തച്ഛനും അച്ഛനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാലും മോരും ഒക്കെയാണ് ചെടികൾക്കും കൊടുത്തുകൊണ്ടിരുന്നു. അത് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കോമ്പിനേഷൻ പാലിൽ നിന്ന് നമുക്ക് എങ്ങനെ ജൈവവളം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും ഒക്കെ പതുക്കെ ചെടികളിൽ നടത്തിക്കൊണ്ടിരുന്നു. ഇത്തവണ നമുക്ക് ഗുണം കിട്ടിയത് എന്നാന്ന് വെച്ചാൽ നമ്മൾ പാലും മുരിങ്ങയിലയും കൂടി, മുരിങ്ങയില എന്ന് പറയുന്നത് ഇലകളുടെ രാജാവാണ്. അപ്പോൾ അതും നമ്മുടെ പാലും കൂടിയുള്ള മിക്സാണ് നമുക്ക് ചെടികൾക്ക് ഇന്ന് കാണാൻ പോവാണ്. വളം ഉണ്ടാക്കുന്നത് നമ്മൾ അതിനൊരു സ്ലാബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണിക്കുമ്പോൾ ചിലപ്പം ആ വ്യക്തികൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. ഇവിടെ നമുക്ക് വേണ്ടത് പാല് 500 ml, 1/2 ലിറ്റർ പാലാണ്. നമുക്കിവിടെ മുരിങ്ങയില 100 ml എന്ന് എഴുതിയിരിക്കുന്നത് ജ്യൂസ് അല്ലെങ്കിൽ ചാറ്. ചാറ് എടുക്കണം നമ്മൾ. അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഞരടി പിരിഞ്ഞ് വെച്ചേക്കാണ്. ഇന്നലെ ഇട്ട് വെച്ചാണ്. അങ്ങനെ. ഇത് ഇങ്ങനെ ഞരടി. അപ്പോൾ ഇതിനകത്ത് ഫുൾ എസൻസ് അതിനകത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ 5 ലിറ്റർ വെള്ളം വേണം. 5 ലിറ്റർ വെള്ളം. പിന്നെ ചെറിയ ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടായി വരുന്ന വളം ചെറിയ ചെടിക്ക് 20 ml, വലിയ ചെടിക്ക് 50 ml ആണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് മണ്ണിലാണ് കൊടുക്കേണ്ടത്. ഇലകളിൽ കൊടുക്കാൻ പാടില്ല. ഇലകളിൽ കൊടുക്കാൻ പാടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യാൻ പാടില്ല. പവർഫുൾ ആയിട്ടുള്ള ജൈവവളം ആയതുകൊണ്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനും ഇലകൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത. ഇത് രാവിലെയാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയില 2 ദിവസം മുമ്പ് വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പാലില് 1/2 മണിക്കൂർ മുരിങ്ങയില മിക്സ് ചെയ്ത് കിടക്കണം. അപ്പൊ രാവിലെ കറന്നെടുത്ത പാലില് ഈ മുരിങ്ങയിലയുടെ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8:30 മണിക്ക് വെയിൽ വരുന്നതിന് മുമ്പ്, സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെടികളുടെ മണ്ണിലേക്ക് പോകണം. നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മൾ ഒഴിക്കേണ്ടത് 2 ലിറ്റർ വെള്ളമാണ്. 2 ലിറ്റർ വെള്ളം അല്ലേ? അതെ. ഈ 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് പാലാണ്. പാല് ഫുൾ ഒഴിക്കും? ഫുൾ ഒഴിക്കണം. പാൽ ഒഴിക്കണം. ഇനി നമ്മൾ ഒഴിക്കേണ്ടത് മുരിങ്ങയില ഞെരടിപ്പിഴിഞ്ഞ അതിൻ്റെ ആ ചണ്ട് എടുത്ത് കളഞ്ഞിട്ട് നേരെ ഇത് ഒഴിക്കാം. ഇങ്ങനെ പൊക്കി ഒഴിക്കാൻ കാരണം പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് പൊക്കി ഒഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 3 ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഒഴിക്കണം. നമുക്ക് ഇളക്കി ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇപ്പം 4-മത്തേതാണ് നമ്മൾ ഇപ്പോഴും ആ കട്ടി ഉണ്ടല്ലോ അല്ലേ?
കൊള്ളാം. അപ്പൊ 5 ലിറ്റർ 500 ടോട്ടൽ 500 പിന്നെ 100 ml നമ്മൾ ഇത് നമ്മുടെ മുരിങ്ങയില അതിന്റെ ജ്യൂസ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമ്മൾ 5600 വരും. 5600. ഈ 5600-നെ നമ്മൾ എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഈ കാണുന്നത്. ചെറിയ ചെടിയാണെങ്കിൽ, ചെറിയ ചെടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മുളക്, തക്കാളി, അങ്ങനെ പച്ചക്കറികൾ. വലിയ ചെടി എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് കൊടുക്കാം, പിന്നെ പൂക്കൾക്ക് കൊടുക്കാം, മുല്ലപ്പൂക്കള് അങ്ങനെയുള്ള പൂക്കൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ്, പക്ക നാച്ചുറൽ ഫെർട്ടിലൈസർ. ഒരു കാരണവശാലും ഈ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദോഷം വരില്ല. അത് കൂടാതെ ഈ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂക്ഷ്മ മൂലകങ്ങളെല്ലാം തന്നെ ആ ഫ്രൂട്ട്സിലുണ്ടാവും. അത് മാത്രമല്ല, ഇത് നിലത്ത് നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിയുമ്പോൾ കീടങ്ങളുടെ മുട്ടകൾ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകും. ഇതാണ് നമ്മൾ വളമായിട്ട് മാറിയിരിക്കുന്നത് അല്ലേ. ഇതിപ്പോൾ അരമണിക്കൂർ നമ്മൾ കഴിയുമ്പോൾ ഈ മുരിങ്ങയിലയും നമ്മുടെ ഈ മുരിങ്ങയിലയുടെ ജ്യൂസും ഈ പാലും കൂടി നന്നായിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ആവും. നമ്മൾ ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇതിപ്പോ 2 മുളക്, ബുള്ളറ്റ് മുളകാണ് ഈ 2 പ്ലാന്റും. അപ്പോൾ നമ്മളൊരു പരീക്ഷണം നടത്തുമ്പോൾ വീണ്ടും ആധികാരികതയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും കൂടി നമ്മൾ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പാല് നമ്മൾ കൊടുത്തിരുന്നു. പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഈൽഡിലേക്ക് പതുക്കെ നീങ്ങുകയാണ് ഇത്. പക്ഷെ ഇത് പൂവിലേക്ക് വരുന്നേ ഉള്ളൂ. 1-2 വന്നിട്ടുണ്ട്, 1-2 വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ കുറച്ചുകൂടി പെട്ടെന്ന് ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6 മുളക് വന്നു. ഇതാണ് നമുക്ക് സിറ മുളക് എന്ന് പറഞ്ഞിട്ടുള്ള മുളകാണ്. അപ്പൊ ഇത് നമ്മൾ നിലത്ത് ഇവിടെ പാലും മുരിങ്ങയിലയുടെ മിശ്രിതം നമ്മൾ കൊടുത്തിരുന്നു. കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിലും നമുക്ക് ഈ 3 വെറൈറ്റിയിലും നമുക്ക് ഒരു സക്സസിന്റെ ഒരു അടിപൊളി ഭാഗം കണ്ടു എന്നുള്ളതാണ്. ഒപ്പം തന്നെ കീടങ്ങൾക്കും കുറവുകളുണ്ട്. കീടമില്ലാത്ത ഒരു സംഭവമാണല്ലോ ശരിക്കും അല്ലേ? ഒട്ടും കീടമില്ല. കാരണം വെച്ചാൽ ഈ മുളകൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടോ, ഒരു വിഷയമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചില്ലിയാണ്. ആദ്യം നമ്മൾ ഇതിന്റെ pH-നെ കൺട്രോൾ ചെയ്യാനായിട്ട് പച്ചക്കക്ക 10 എണ്ണത്തിലും 7 എണ്ണത്തിലും ഡോളോമൈറ്റും ഇട്ട് വെച്ചിരുന്നു. 15 ദിവസം ഇട്ട് വെച്ചതിന് ശേഷമാണ് ഇതെല്ലാം നട്ടിരിക്കുന്നത് മണ്ണിലല്ലേ? മണ്ണിൽ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അടിയിൽ ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിവളമായിട്ട് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് പച്ചക്കക്ക മുകളിൽ തൂവിയിട്ടുണ്ട്. അതാണ് ഈ കിടക്കുന്നത് പച്ചക്കക്കയാണ്. പച്ചക്കക്ക അത് മണ്ണിൽ അങ്ങനെ കിടന്നോളും, കുറെ നാളുകൾ കിടന്നോളും. 7 എണ്ണത്തിന് നമ്മൾ ഡോളോമൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് അപ്പുറത്ത് നിൽക്കുന്ന 7 എണ്ണത്തിനാണ്. അപ്പുറത്ത് ഇതെല്ലാം പച്ചക്കക്ക നമ്മൾ കൊടുത്ത് ഇട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം ആ ഫെർട്ടിലൈസർ നമ്മൾ 2 കൊല്ലം മുമ്പ് അപ്ലൈ ചെയ്തതാണ്. പക്ഷെ ഇത്തവണ കൃത്യമായിട്ട് നമ്മളെ പാലിൽ നിന്നുള്ള പാലും മുരിങ്ങയും കൂടി ഉള്ളത് നമ്മളിവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഈൽഡിലേക്കാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇത് ഇങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉള്ളൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇവിടെയുള്ള മുട്ടകൾ, കീടങ്ങളുടെ മുട്ടകളെല്ലാം പാലിൽ നിന്നും മുരിങ്ങയിലയിൽ നിന്നും വരുന്ന ആ ഒരു ഇതുകൊണ്ട് മുട്ടകളെല്ലാം നശിച്ചു പോകും. പിന്നെ അവർ വിരിയില്ല. അപ്പൊ കീടങ്ങളുടെ ആക്രമണവും നമുക്ക് കുറയാനായിട്ട് സാധിക്കും. ഇപ്പൊ കർഷകനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അറിവൊക്കെ കൊടുക്കുന്ന, അപ്പൊ ഈ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ? തീർച്ചയായിട്ടും 3 പ്ലാനിങ്ങിലാണ് ഇപ്പം നമ്മളുള്ളത്. സ്കൂൾസിലും കോളേജസിലും സെമിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. വിത്ത് മുതൽ വിപണി വരെ. മനസ്സ് നന്നായി ഒരുങ്ങിയാലേ മണ്ണ് നന്നായി ഒരുങ്ങുള്ളൂ. കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യൻ ഓരോ വീട്ടിലും പതിക്കുന്ന സമയത്തിന് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ നിരവധി സബ്ജക്റ്റുകളെ അധികരിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തു വരികയാണ് നിലവിൽ. ഒപ്പം തന്നെ എറണാകുളം ജില്ലയിൽ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ ക്യാമ്പസിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ, അവർക്ക് കൃഷിയോട് താല്പര്യമുണ്ട്, അവർക്ക് കൃഷി പ്രാക്ടിക്കലി പഠിക്കണമെങ്കിൽ, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരാണെങ്കിലും മുന്നാക്കം നിൽക്കുന്നവരാണെങ്കിലും കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ 1-2 ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി
പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ 2 ക്ലാസ് കഴിയുന്നതോടും അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അവരുടെ എഡ്യൂക്കേഷൻ തീരണതിൻ്റെ അപ്പം തന്നെ അവർക്ക് കൃഷിയിലേക്ക് അവരിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സാണെങ്കിൽ ഇത് പഠിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു കൈത്തൊഴിൽ എന്നുള്ള നിലയിൽ അവർക്കൊരു ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷി ഒരു ജോലിയായിട്ട് അവർക്ക് എടുക്കാൻ പാകത്തിന് അവരെ നന്നായിട്ട് ഒരുക്കി അവരുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകണു. 2027 ഞാൻ 10 വർഷം പുറത്തുണ്ടായിരുന്നു. ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ മക്കളെ ഒന്ന് കൃഷിയെ കുറിച്ചൊന്ന് പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്ത വർഷം ഞാൻ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പം നിലവിൽ സെമിനാറുകളൊക്കെ എടുത്തു വരുന്നുണ്ട്. ആർക്കെങ്കിലും റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ FBOയോ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും, വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ. നമസ്കാരം സുനിലേട്ടാ. നമസ്കാരം. കൃഷി കുഴപ്പമില്ല, നന്നായി പോകുന്നു. നിങ്ങളുടെ ഈ ഇതിന്റെ പച്ചമുളകിന്റെ ഇത് ഞാൻ കണ്ടായിരുന്നു. നിങ്ങളുടെ പല യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കൃഷി ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ വളം നല്ല ഗുണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല പുഷ്ടിയായിട്ട് ധാരാളം മുളകും ഇതൊക്കെ വരുന്നുണ്ട്. അത് കണ്ടതിൽ സന്തോഷം. നിങ്ങളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സുനിലേട്ടൻ ഇത് മൊത്തം ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇവിടെ നിൽക്കുന്നത്. സുനിലേട്ടൻ്റെ കെയർ ഓഫിലാണ് ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെറിയ രീതിയിൽ ചെയ്യുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം പശുക്കളോടുള്ള സ്നേഹവും ബഹുമാനവും എനിക്ക് അങ്ങേയറ്റമുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ പശുക്കൾ എന്ന് പറയുന്നത് പശു ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പാല് കുടിച്ചുകൊണ്ടിരുന്നത് എരുമപ്പാലാണ്. എൻ്റെ മുത്തച്ഛൻ കുടിച്ചുകൊണ്ടിരുന്നത് ആടിൻ്റെ പാലാണ്. അപ്പോൾ എല്ലാ വളർത്തു മൃഗങ്ങളും വീട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളർത്തു മൃഗങ്ങളോട് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമാണ് അന്നും ഇന്നും എന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പശുക്കൾ വളർത്തുന്നവരുടെ യൂട്യൂബ് ചാനലുകൾ പ്രത്യേകമായിട്ട് കാണാറുണ്ട്. നിങ്ങളുടെ ചാനൽ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടട്ടെ. ഇനിയും അങ്ങോട്ടുള്ള നാളുകളിൽ ഒരുപാട് മുകളിലേക്ക് പോട്ടെ. അത് ലോക ജനതയ്ക്ക് തന്നെ എല്ലാ മലയാളികൾക്കും അത് ഉപകാരപ്പെടട്ടെ. അത് കണ്ട് പശു വളർത്താനും കൃഷി ചെയ്യാനും ഒക്കെ പ്രേരകമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ നടത്തുന്ന 2 പേർക്കും ഞാൻ 2 പേരെയും കാണാറുണ്ട്. രണ്ടു പേർക്കും ഞാൻ അഭിനന്ദനങ്ങൾ വാരിക്കോരി ചൊരിയാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകരും അത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നന്ദി, നമസ്കാരം.